പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്ത് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ. സഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്നവർ പകവീട്ടാൻ സാധ്യതയുണ്ട്. ഇത് വർഗീയ സംഘർഷത്തിന് വഴിവെക്കും. പ്രതികൾ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെന്നും കേരളം. കേസിലെ 5 പ്രതികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ധനസുബോധ് ചേരുന്നു. ധനസുബോധ് വിവരം. സഞ്ജിത്ത് കൊലക്കേസിലെ 1-ാം പ്രതിയായ അബ്ദുൾ സലാം ഉൾപ്പെടെയുള്ള 5 പേരാണ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഈ ജാമ്യാപേക്ഷ കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി സംസ്ഥാനത്തിന്റെ ഒരു അഭിപ്രായം എന്താണ്, അത് രേഖാമൂലം സമർപ്പിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ സംസ്ഥാനം രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ല. കാര്യം മറ്റു 20-ലധികം പ്രതികളുണ്ടെങ്കിൽ പോലും ഈ 5 പേർ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം നൽകരുത്. കാരണം ഇത് നാടിന്റെ ഒരു സമാധാനം പൂർണ്ണമായി നശിപ്പിക്കും ഇവരുടെ ജാമ്യത്തിലിറങ്ങിയാൽ. കാര്യം ഇവർക്കെതിരെ വേറെ തരം തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൃക്സാക്ഷിയെ, ഒരു സാക്ഷിയെ ഭീഷണിപ്പെടുത്താനും പ്രലോഭനം നടത്താനും ഉള്ള ഒരു ശ്രമം ഇവർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവർ പുറത്തിറങ്ങിയാൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാകും. ഈ സജീവനെ അനുകൂലിക്കുന്നവർ ഇവരെ കൊലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാടിനെ വർഗീയവൽക്കരിക്കുന്നതിന്റെ ഒരു ഭാഗമായി കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള നടപടി അനുകൂലമായാൽ ഉണ്ടാകുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശരി, ധനസുബോധ്.